നമസ്കാരം. സമുദ്രനിരപ്പിൽ നിന്ന് 29,030 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എത്രയും ദുഷ്കരമായൊരു കാര്യമാണെന്ന് നമുക്കറിയാം. എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയതിന് ശേഷം ഇന്നേ വരെ ഏതാണ്ട് 6000-ഓളം പേരാണ് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. എത്രയോ പർവ്വതാരോഹകരാണ് എവറസ്റ്റ് കീഴടക്കുന്നതിനായുള്ള ദൗത്യത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. എന്നാൽ എവറസ്റ്റ് കീഴടക്കാനുള്ള എല്ലാ കഠിന പ്രയത്നത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പോളണ്ടുകാരൻ ചരിത്രം സൃഷ്ടിക്കുകയാണ്. അദ്ദേഹം സ്കീയിങ് നടത്തിയാണ് എവറസ്റ്റ് കീഴടക്കിയത്. എവറസ്റ്റിലോട്ടും താഴേക്കുമൊക്കെ തന്നെ ഇദ്ദേഹം സ്കീയിങ് നടത്തിയാണ് യാത്ര ചെയ്തത്. നേരെ നടന്നു കയറാൻ പോലും ഏറെ ബുദ്ധിമുട്ടുള്ള ഇവിടെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ സ്കീയിങ് നടത്തിയത് എന്നുള്ളത് കൃത്യമായ ദൃശ്യങ്ങളുടെ സഹായത്തോടെ തന്നെയാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ തെളിവായി ഹാജരാക്കുന്നത്. ആൻഡ്രേജ് ബാർഗിയാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 37 വയസ്സുകാരനാണ്. ഇദ്ദേഹം മറ്റൊരു പ്രത്യേകത കൂടിയുള്ള വ്യക്തിയാണ്. എവറസ്റ്റ് കീഴടക്കാൻ പോയ സമയത്ത് അദ്ദേഹം കൈവശം ഓക്സിജൻ സിലിണ്ടറും കരുതിയിരുന്നില്ല. ഉള്ള ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ശ്വസിക്കുക എന്നുള്ള രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. ഇത് അങ്ങേറ്റം റിസ്ക്കുള്ളൊരു കാര്യമാണ്. എങ്കിൽ പോലും സ്കീയിങ് നടത്തി അദ്ദേഹം എവറസ്റ്റ് കീഴടക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് വീണ്ടും സ്കീയിങ് ആരംഭിക്കാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത്. ബാർഗിയാലിനൊരു ആഗ്രഹമുണ്ട്, ലോകത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ, അതായത് 800 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കൊടുമുടികളൊക്കെ തന്നെ കീഴടക്കുക എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ അദ്ദേഹം നിരവധി കൊടുമുടികൾ കീഴടക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മുഖം കൂടിയ ഹിമാലയ നിരകളിലുള്ള എവറസ്റ്റ് കൊടുമുടിയും ഒടുവിൽ അദ്ദേഹം ഇത്തരത്തിൽ സ്കീയിങ്ങിലൂടെ കീഴടക്കിയിരിക്കുകയാണ്. കയ്യിൽ ഓക്സിജൻ സിലിണ്ടറും കരുതിയിരുന്നില്ല. ഒപ്പം ഒരു ഷെർപ്പയും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ യാത്ര വളരെ ദുഷ്കരമായിരുന്നു എന്ന് തന്നെയാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്ര എളുപ്പമായിരുന്നില്ല. ഏതാണ്ട് 16 മണിക്കൂറോളം ഇതിനിടയിൽ ഇവരുടെ സ്ഥലത്ത് കുടുങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. കനത്ത മഞ്ഞ് വീഴ്ചയും ശീതക്കാറ്റുമെല്ലാം വന്ന് ഇവരുടെ യാത്ര മുടക്കുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ ബാർഗിയാലാകട്ടെ തൻ്റെ ഉറച്ച നിലപാടുകൾ കാരണം അല്ലെങ്കിൽ ആത്മവിശ്വാസം കൊണ്ട് തന്നെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കും എന്ന് ദൃഢനിശ്ചയം ചെയ്ത് തന്നെയാണ് സ്കീയിങ് നടത്തി എവറസ്റ്റ് കയറിയത്. ഏതായാലും പോളണ്ടിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ബാർഗിയാലിന് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്തൊരു ചെറിയ കാര്യമല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം നമുക്കറിയാം എവറസ്റ്റ് പോലെയുള്ളൊരു പർവ്വതനിരയിൽ, സാധാരണ ഒരു പർവ്വതനിരയിൽ പോലും നമുക്ക് മഞ്ഞിലൂടെ ഈ സ്കീയിങ് നടത്തി കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ കൺട്രോൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഈ സ്കീയിങ്ങിനിടയിൽ, ഇത്തരത്തിലുള്ള ദുർഘടമായ പാതകളിലൊക്കെ തന്നെ. അത് മഞ്ഞ് മൂടിയ ഈ സ്ഥലത്ത് അത്ര എളുപ്പമായിരിക്കില്ല കാര്യം. എന്നിട്ട് പോലും അദ്ദേഹം വിജയകരമായി തൻ്റെ ദൗത്യം പൂർത്തിയാക്കി എന്നുള്ളതാണ് ബാർഗിയാലിനെ ഏറെ വ്യത്യസ്തനാക്കുന്നത്. ഒപ്പം ഓക്സിജൻ സിലിണ്ടർ കൈവശം വയ്ക്കാതെ കയറുക എന്നുള്ള വളരെ സാഹസികമായ വളരെ റിസ്ക്കുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 8000 അടിക്ക് മുകളിൽ ഓക്സിജൻ വളരെ ദുർബലമായിരിക്കും. പ്രത്യേകിച്ച് എവറസ്റ്റിൻ്റെ മുകളിലൊക്കെ തന്നെ തീരെ ദുർബലമായ രീതിയിലായിരിക്കും ഓക്സിജനുള്ളത്. അതുകൊണ്ട് തന്നെ ശ്വസിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സാധാരണ പർവ്വതാരോഹരെല്ലാം തന്നെ ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ കരുതാറുണ്ട്. അത് ഉപയോഗിച്ച് മാത്രമേ അവർക്ക് അവിടെ ജീവിക്കാനും പറ്റുകയുള്ളൂ. എന്നാൽ ബാർഗിയാലാകട്ടെ അതിനെ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങൾ, ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയിരിക്കുന്നു. ഒപ്പം ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരാൾ സ്കീയിങ് നടത്തി എവറസ്റ്റ് കീഴടക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ ലോക റെക്കോർഡായി തന്നെ മാറാനാണ് സാധ്യത. ഏതായാലും തൻ്റെ ഈ നേട്ടത്തിൽ ഏറെ അഭിമാനിക്കുകയാണ് ബാർഗിയാൽ ഇപ്പോൾ ചെയ്യുന്നത്. അടുത്ത തൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ 8000 മീറ്റർ ഉയരമുള്ള എല്ലാ പർവ്വത ശിഖരങ്ങളും, അതായത് കൊടുമുടികളും കീഴടക്കുക എന്നുള്ളതാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ബാർഗിയാൽ ഇപ്പോഴേ ആരംഭിച്ചിട്ടുള്ളത്. 2023 ഹിമാലയം കഴിഞ്ഞാൽ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ പർവ്വതനിരയായ കാരക്കോറം ശ്രേണിയിലെ 4 പർവ്വതങ്ങളിലും അദ്ദേഹം നേരത്തെ സ്കീയിങ് നടത്തിയിരുന്നു. ഇതുകൂടാതെയാണ് ഇപ്പോൾ എവറസ്റ്റിലും സ്കീയിങ് നടത്തി കീഴടക്കാൻ ബാർഗിയാലിന് കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ മുഴുവൻ സ്ഥലങ്ങളിലും സ്കീയിങ് നടത്തണം എന്ന് നിർബന്ധമില്ല. കാരണം ചില ഭാഗങ്ങളിൽ സ്കീയിങ് നടത്താൻ പറ്റില്ല, നമ്മൾ നടന്ന് തന്നെ കയറേണ്ടി വരും. അതുപോലെ താഴോട്ട് ഇറങ്ങുന്ന സമയത്തുമൊക്കെ തന്നെ ഇത് കൂടുതൽ സൂക്ഷിക്കേണ്ട ഒന്നായിരുന്നു. ഒരു ഘട്ടത്തിൽ കടുത്ത ഇരുട്ട് കാരണം തനിക്ക് സ്കീയിങ് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.